നമസ്കാരം. നമ്മളുടെയൊക്കെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് നാം ഇന്ന് ഉണർന്നത്. 13 വയസ്സുള്ള 8ാം ക്ലാസ്സുകാരി 64 വയസ്സുള്ള തന്റെ മുത്തച്ഛനെ കൊല്ലാൻ കൗമാരക്കാരായ 3 പേർക്ക് കൊട്ടേഷൻ നൽകിയെന്ന വാർത്ത. നമ്മൾ ഈ വാർത്ത കേൾക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കുട്ടികളുടെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് നമുക്കിടയിലുള്ള ചില ധാരണകളുണ്ട്. പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി ചെയ്യുന്ന തെറ്റിനെ കുറിച്ച് നമ്മൾ വിചാരിക്കുന്ന ചില പരിമിതികളുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് കുട്ടികൾ പ്രായപൂർത്തിയായവരെക്കാൾ വലുതായി ചിന്തിക്കുകയും അതിനേക്കാൾ വലിയ ക്രിമിനലിസം ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്ന കാലത്തിലേക്ക് നമ്മളുടെ കുഞ്ഞുങ്ങൾ വളർന്നു പോയതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഈ കുട്ടികൾക്ക് എന്തായിരിക്കും സംഭവിക്കുക? പ്രായപൂർത്തിയാകാത്ത കുറ്റവാളികളെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കുകയോ കറക്ഷൻ സെന്ററിലേക്ക് മാറ്റുകയോ ചെയ്യുകയാവും നിലവിലുള്ള നിയമം കൊണ്ട് നടപ്പിലാക്കുക. പക്ഷേ കുട്ടി ക്രിമിനലുകളായ ഇവർ ഭാവിയിൽ വരുത്താൻ ചെയ്യുന്ന സമൂഹത്തെ സ്വാധീനിക്കുന്നത് എത്ര ഭീകരമായിട്ടായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം. ഇവർ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് മാത്രമല്ല, കൊട്ടേഷൻ നടത്തി, കൊലപാതകം നടത്തി, മോഷണം നടത്തി എന്നത് മാത്രമല്ല, നമ്മൾ പത്രങ്ങളിൽ വായിച്ചതനുസരിച്ച് ഒസാമ ബിൻ ലാദനെ കൊലപ്പെടുത്താൻ വേണ്ടി അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിലെത്തിയപ്പോൾ തങ്ങൾ അവിടെ ചെയ്യുന്ന എല്ലാ ഓപ്പറേഷൻസും അതേ സമയത്ത് അമേരിക്കയിൽ ഇരിക്കുന്ന ബറാക് ഒബാമയെ കാണിച്ചുകൊണ്ടായിരുന്നു അവർ ആ കൃത്യം നിർവഹിച്ചത്. നോക്കൂ, നമ്മുടെ കുഞ്ഞുങ്ങൾ അതേ രീതിയിൽ ഇവിടെ മുത്തശ്ശനെ കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ വീഡിയോ കോളിലൂടെ അടുത്ത വീട്ടിൽ ഇരുന്നു കൊണ്ട് കാണുന്ന 13കാരി എത്ര വലിയ ക്രിമിനൽ മനസ്സുള്ളവരാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. നിയമങ്ങൾ പൊളിച്ചെഴുതേണ്ട കാലമായി. കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുടെ ഗൗരവമനുസരിച്ച് അവർക്കുള്ള ശിക്ഷ നിർണയിക്കുന്ന കാലം നമ്മൾ എപ്പോൾ വരുന്നോ അപ്പോഴേ കുട്ടികളെ നിയന്ത്രിക്കാൻ കഴിയൂ. കുട്ടികളുടെ പ്രായത്തിനേക്കാൾ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ പ്രായപൂർത്തിയായില്ല എന്ന കാരണം പറഞ്ഞ് അവരെ ഒഴിവാക്കി നിർത്തിക്കൂടാ. ഇത് ബോധവൽക്കരണം കൊണ്ട് തീരുന്ന കാര്യമല്ല, ഉപദേശം കൊണ്ട് ഒതുങ്ങുന്ന കാര്യവുമല്ല. കുട്ടികൾക്ക് മതിയായ ശിക്ഷ കൊടുക്കുന്ന രീതിയിൽ കുട്ടികളെ മുതിർന്നവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ കുട്ടികൾ ആവർത്തിച്ചാൽ അവരെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായേ പറ്റൂ. അത്തരമൊരു നിയമ ഭേദഗതിക്ക് നിയമ വിദഗ്ധർ ആലോചിക്കണം, ജനപ്രതിനിധികൾ ആലോചിക്കണം, നിയമപാലകർ ആലോചിക്കണം. നന്ദി.